ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന ചാപ്റ്ററിൻ്റെ ഷോർട്ട് സമ്മറിയാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് നിരവധി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കപ്പെടാവുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ഷോർട്ട് സമ്മറി നമുക്ക് എന്ത് ചെയ്യാം, പോയി നോക്കാം. ഈ സമ്മറി എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, കാണാതെ പഠിക്കണം. മെഡിസിൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മെഡിസിൻസ്. മെഡിസിൻസ് എന്നാൽ സാധാ മെഡിസിനുകൾ കേട്ടോ. ഡ്രഗ് അബ്യൂസ് ഈസ് ദ റിപ്പീറ്റഡ് യൂസ് ഓഫ് ഇല്ലീഗൽ ഡ്രഗ്സ്. അതായത് എന്താണ് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ? അത് അനാവശ്യമില്ലാത്ത, നിയമപരമല്ലാത്ത മരുന്നുകളെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നതിനെയാണ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുക. സം പീപ്പിൾ യൂസ് ഡ്രഗ്സ് ടു ഫോർഗെറ്റ് ദ പ്രോബ്ലംസ്. ചില ആൾക്കാർ ഈ ഡ്രഗ്സ്, ഈ മയക്കുമരുന്ന് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അവരുടെ പ്രശ്നങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. മെഡിസിൻസ് ആൻഡ് സെൻസുവൽ ഡ്രഗ്സ് ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. അതായത് മെഡിസിൻ എന്ന് പറഞ്ഞാൽ സാധാ മരുന്നും ആൻഡ് സെൻസുവൽ ഡ്രഗ്സ്, മയക്കുമരുന്നും എന്താണ്? രണ്ടും ഡിഫറെൻ്റ്, രണ്ടും വ്യത്യസ്തമാണ്. സെൻസുവൽ ഡ്രഗ്സ് ഗീവ് ദ യൂസർ ജസ്റ്റ് എ സെൻസ് ഓഫ് പ്ലഷർ. അതായത് ഈ മയക്കുമരുന്ന് എന്തായിരുന്നു? ഒരു ചെറിയൊരു മൊമെൻ്റ് സമയത്തേക്കുള്ള ഒരു പ്ലഷർ മാത്രമാണ് നൽകുന്നത്. ദ ബാഡ്ലി എഫക്ട് ദ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ. മാത്രമല്ല അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസിനൊക്കെ അതിൻ്റെ കൂടുതൽ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നു. ദ ഡ്രഗ് അഡിക്റ്റ് ഫീൽസ് ഫിസിക്കൽ ഡിസ്കംഫേർട്ട് ആൻഡ് ഫെയിൽസ് ടു റെസ്പോണ്ട് ടു എനിത്തിങ്. അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയില്ല, നല്ല രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല. ഡ്രഗ് അബ്യൂസ് ഓൾസോ ലീഡ്സ് ടു ലിവർ ഡിസീസ്, വെനറൽ ഡിസീസ് ആൻഡ് കിഡ്നി പ്രോബ്ലംസ്. അതായത് ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകുന്നു? ലിവർ ഡിസീസ്, വെനറൽ ഡിസീസ് ആൻഡ് വെനറൽ ഡിസീസ് ആണ് സെക്സ്വൽ ഡിസീസ് ആൻഡ് കിഡ്നി ഡിസീസ്. അതായത് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകും. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ സമ്മറി എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. കാരണം ഈ ഒരു ചാപ്റ്റർ നമുക്ക് നിർബന്ധമായിട്ടും ഒരു ഹയസ്റ്റ് മാർക്കിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കണം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ പോയിൻ്റ് മാത്രം എഴുതി വെക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വേർഡ്സ് എങ്കിലും നിങ്ങൾ കുറച്ച് എഴുതി വെക്കാൻ നോക്കണം. ആദ്യം ഈ പറയപ്പെട്ട പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.